ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. കശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥത വേണ്ടെന്ന് ഭാരതം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ട്രംപുമായി സംസാരിച്ചിട്ടേയില്ല. വെടിനിർത്തൽ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതുകൊണ്ട് മാത്രം. ഭീകരതയെ പിന്തുണയ്ക്കുന്നവർ പ്രത്യാഘാതം നേരിടും. നിലപാട് ട്രംപിനെ ഫോണിൽ അറിയിച്ച നരേന്ദ്രമോദി. ഇറാനിൽ തീമഴ പെയ്യിച്ച് ഇസ്രായേൽ. എണ്ണപ്പാടങ്ങളിൽ ഉഗ്രസ്ഫോടനങ്ങൾ. കൂട്ടിന് അമേരിക്കയും. ഇറാൻ ഉടൻ കീഴടങ്ങണമെന്ന് ട്രംപ്. യുദ്ധത്തിൽ പിന്നോട്ടില്ലെന്ന് ആയത്തുള്ള ഖമേനി. അമേരിക്കയോട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യപ്പെട്ട് ഇസ്രായേൽ. ലക്ഷ്യം ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങൾ. ആണവശേഷിയുടെ പ്രധാന ഭാഗം ഭൂമിക്കടിയിൽ. വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം. ഇറാനിലെ ആദ്യ ഭാരത സംഘം ഇന്നെത്തും. സുക്മയിൽ സേനാ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ. 3 ഭീകരരെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഗജർലാൽ രവിയും മുതിർന്ന നേതാവ് ചലപതി റാവുവിന്റെ ഭാര്യ അരുണയും. ആന്ധ്ര ഛത്തീസ്ഗഡ് അതിർത്തിയിൽ. MSC കമ്പനിയുടെ ഒരു കപ്പൽ കൂടി അറസ്റ്റിലേക്ക്. പോളോ 2 കപ്പൽ വിടരുതെന്ന് ഹൈക്കോടതി. 74 ലക്ഷത്തിന്റെ DD ഹാജരാക്കിയാൽ വിഴിഞ്ഞം വിടാം. സമ്മതിച്ച് കമ്പനി. നിലമ്പൂരിൽ നിശബ്ദ പ്രചാരണം. വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികളുടെ നെട്ടോട്ടം. നാളെ വിധിയെഴുത്ത്. 23-ന് വോട്ടെണ്ണൽ. വയനാട് ദുരന്തം നേരിടാൻ കേന്ദ്രം നൽകിയ തുകയുടെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് കേരളം നൽകിയില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ജനം ബ്രേക്കിംഗ്. കണ്ണൂർ നഗരം പിടിച്ചെടുത്ത് തെരുവ് നായകൾ. 2 ദിവസത്തിനിടെ 75 പേരെ കടിച്ചു. യുവതിയെ ആക്രമിക്കുന്ന ദൃശ്യം ജനം ടിവിക്ക്. 2 നായകൾ ചത്ത നിലയിൽ. പാലക്കാട് പേപ്പട്ടി കടിച്ച് വളർത്തുമൃഗങ്ങൾക്ക് പരിക്ക്. പാരസെറ്റമോൾ ഗുളികയിൽ ഇരുമ്പ് കഷ്ണം. സംഭവം പാലക്കാട് മണർക്കാട് ആരോഗ്യ കേന്ദ്രത്തിൽ. മരുന്ന് കമ്പനിക്കെതിരെ പരാതി നൽകാൻ കുടുംബം. പാലക്കാട്ട് കള്ളിൽ ചുമമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഷാപ്പുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അശാന്തം പശ്ചിമേഷ്യ. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രം ഇസ്രായേൽ തകർത്തു. ടെഹ്റാനിലെ നിർമ്മാണശാലയാണ് തകർത്തത്. മിസൈൽ ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയും തകർത്തതായി പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ആയത്തുള്ള അലി ഖമേനി സൈനികാധികാരം IRG സുപ്രീം കൗൺസിലിന് കൈമാറി. വടക്കു കിഴക്കൻ ടെഹ്റാനിലെ അതീവ സുരക്ഷാ ബങ്കറിൽ ഖമേനിയും കുടുംബാംഗങ്ങളും ഒളിച്ചു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഐസൺ ജോസ് ചേർന്ന വിവരങ്ങളുമായി. ഐസൺ, ഖമേനി എവിടെ എന്ന ചോദ്യം പലപ്പോഴായി ഉയർത്തിയിരുന്നു. വിവരങ്ങൾ കൂടുതലായി ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് എന്തൊക്കെയാണ്? വീണ, തീർച്ചയായും ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഖമേനി ഒളിവിൽ പോയി എന്ന് മാത്രമല്ല, സൈന്യത്തിൻ്റെ അധികാരം കൂടി IRGCയുടെ സുപ്രീം കൗൺസിലിനെ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ മാറിയിരിക്കുന്നത്, ഒളിഞ്ഞിരിക്കുന്നത്, ഒളിവിൽ കഴിയുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒളിവിൽ കഴിയാനായി വലിയ ബങ്കറുകൾ നിർമ്മിക്കുകയും ഖമേനിയുടെ കുടുംബത്തെ തന്നെ പൂർണ്ണമായും ബങ്കറുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ബങ്കറിലിരുന്നു കൊണ്ടും യുദ്ധത്തിനുള്ള ആഹ്വാനം നടത്തുകയാണ് ഖമേനി എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്.
ഇസ്രയേലിനെ ആക്രമിക്കണം, ഇസ്രയേലിനെ തകർത്തെറിയണമെന്ന് പല ഭാഷകളിൽ അദ്ദേഹം ഇത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ കുറിപ്പുകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിന് സേനയെ തയ്യാറാക്കുന്നതിനുള്ള ആഹ്വാനങ്ങൾ തുടർച്ചയായി ഖമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള അവസാനം ഹീബ്രു ഭാഷയിൽ തന്നെ അത്തരത്തിലൊരു നിർദ്ദേശം, അതായത് ഒരു സമൂഹ മാധ്യമത്തിലെ കുറിപ്പ് ഖമേനി പങ്കുവയ്ക്കുകയും ചെയ്തു. അത് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു രീതിയിലുള്ള ഒരു കുറിപ്പ് കൂടിയായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഖമേനി ഒളിവിൽ കഴിയുന്നു, അല്ലെങ്കിൽ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം, അല്ലെങ്കിൽ ഒരു സൈനിക നടപടി IDFൻ്റെ ഭാഗത്തു നിന്ന്, ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നടപടിയുടെ ഭാഗമായി സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കുന്നത്, അതായത് നമുക്കറിയാവുന്നതാണ്, ഈ ആണവ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആണവ സമ്പുഷ്ടീകരണത്തിനും അത് വേർതിരിക്കുന്നതിനുമായി പ്രയോജനപ്പെടുത്തുന്ന സെൻട്രിഫ്യൂഗൽ ബേസ് ആയ ചില ഉപകരണങ്ങളുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ ഈ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി തന്നെ പൂർണ്ണമായും തകർത്തു, അല്ലെങ്കിൽ അത് കണ്ടെടുക്കുകയും അത് തകർക്കുകയും ചെയ്തു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് മിസൈലുകൾ, അതായത് കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന അല്ലെങ്കിൽ ഉപരിതല മിസൈലുകൾ നിർമ്മിക്കുന്ന അതിൻ്റെ ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയും തകർത്തു ഇസ്രായേൽ പ്രതിരോധ സേന എന്ന ഏറ്റവും പുതിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ശക്തമായ ആക്രമണം ഇറാനിൽ ഇസ്രായേൽ തുടരുക തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഇന്ന് രാവിലെ തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയത് ഉപാധികളില്ലാതെ കീഴടങ്ങാൻ തയ്യാറാകണം എന്നാണ് ഇസ്രായേലിന് നൽകിയ നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശത്തെ പരിഗണിക്കാതെ, അല്ലെങ്കിൽ അത് അവഗണിച്ചുകൊണ്ട് യുദ്ധത്തിനുള്ളൊരു ആഹ്വാനമാണ് നടത്തുന്നത്. അതേസമയം ഇറാൻ്റെ ആണവ സംവിധാനങ്ങളെല്ലാം തന്നെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആണവ സമ്പുഷ്ടീകരണശാലകൾ തകർന്ന് ആ തകർന്ന ശാലകളിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച് നിർമ്മിച്ചിരുന്ന ഉപകരണങ്ങൾ പോലും തകർക്കുന്ന നീക്കത്തിലേക്ക്, അതായത് ഇനിയൊരു ആണവ സമ്പുഷ്ടീകരണം നടത്താനുള്ള സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഇറാൻ്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുക എന്നൊരു നീക്കമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് റിഫ്യൂവലിംഗ് വിമാനങ്ങൾ, അതായത് വൻതോതിൽ ഇന്ധനം നിറയ്ക്കാൻ മിഡ് എയർ റിഫ്യൂവലിംഗ് സംവിധാനങ്ങൾ, അതായത് പറക്കുന്ന വിമാനങ്ങളിൽ പറന്നു തന്നെ എത്തി, വലിയ ടാങ്കറുകളിൽ പറന്നെത്തി ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനങ്ങളുള്ള 30ഓളം വിമാനങ്ങൾ യൂറോപ്പിലെ വിവിധ സ്റ്റേഷനിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അത് ഈ ആക്രമണത്തിന് ശക്തി നൽകാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ആക്രമണം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത്. ശരിയായി സർ. ടെഹ്റാനിൽ നിന്നുള്ള ആദ്യ ഭാരതീയ സംഘം ഇന്നെത്തും. 600 ഭാരതീയ വിദ്യാർത്ഥികളെയാണ് ഉർമിയയിൽ നിന്ന് അർമേനിയയിലേക്ക് മാറ്റിയത്. ജോർദാൻ, ഈജിപ്റ്റ് അതിർത്തി വഴിയും ഇവരെ ഒഴിപ്പിക്കും. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കാൻ ഇസ്രയേൽ അമേരിക്കയോട് ബങ്കർ ബസ്റ്റർ ബോംബ് ഇസ്രയേൽ ആവശ്യപ്പെട്ടു. ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങൾ തകർത്തെറിയുകയാണ് ലക്ഷ്യം. എന്താണ് ബങ്കർ ബസ്റ്റർ ബോംബ്? നോക്കാം. ഇറാനെ തകർക്കാൻ ലോകത്തെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധം വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ. ബങ്കർ ബസ്റ്റർ ബോംബുകളായ മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്ററാണത്. കൂറ്റൻ പാറകളെപ്പോലും തകർക്കാൻ ശേഷിയുള്ള ബോംബുകളാണിവ. 20 അടി നീളവും 30,000 പൗണ്ട് ഭാരവുമുള്ള MOPക്ക് 200 അടി ഉയരമുള്ള പാറകളെ വരെ നശിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിവരം. ഇറാൻ പർവ്വതങ്ങൾക്കടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഭൂഗർഭ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ അമേരിക്കയുടെ ഇത്തരം ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് മാത്രമേ ശേഷിയുള്ളൂ. അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ ആണവേതര ബോംബുകളാണ് GBU-57A-B എന്നറിയപ്പെടുന്ന ബങ്കർ ബസ്റ്ററുകൾ. ഏകദേശം 2400 കിലോഗ്രാം ഭാരമുള്ള സ്ഫോടനാത്മകമായ പേലോഡുകളെയാണ് ബങ്കർ ബസ്റ്ററുകൾ വഹിക്കുന്നത്.
ഏകദേശം 2000-ന്റെ തുടക്കത്തിൽ മിസൈൽ നിർമ്മാണത്തിൽ പ്രധാനികളായ ഗ്രമ്മാനും ലോക്ഹീഡ് മാർട്ടിനും ചേർന്നാണ് MOP ആദ്യമായി വികസിപ്പിച്ചെടുത്തത്. പിന്നീട് സാങ്കേതിക തടസ്സങ്ങളാൽ നിർത്തിവെക്കുകയായിരുന്നു. 2003-ൽ ഡിഫൻസ് ത്രെറ്റ് റിഡക്ഷൻ ഏജൻസിയും വ്യോമസേന ഗവേഷണ ലബോറട്ടറിയും ചേർന്ന് പദ്ധതി പുനരുജ്ജീവിപ്പിച്ചു. 2004-ലാണ് പ്രാരംഭ പരീക്ഷണങ്ങൾ ആരംഭിച്ചത്. 2012-ൽ MOP ഉപയോഗിച്ച് കൂടുതൽ പരീക്ഷണങ്ങളും നടന്നു. പാറ, കോൺക്രീറ്റ്, മണ്ണ് തുടങ്ങിയവയിൽ തുളച്ചുകയറി ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് ബോംബുകൾ പൊട്ടിത്തെറിക്കുക. ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കുന്നതിനായി GPS സംവിധാനം ഉൾപ്പെടെ ഇവയിൽ ഉണ്ടായിരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ആന്ധ്ര അതിർത്തിയിൽ മാവോയിസ്റ്റ് ഭീകരരുമായി ഏറ്റുമുട്ടൽ. മാവോയിസ്റ്റ് ഭീകരരായ ഗജർല രവി, അരുണ എന്നിവരെയാണ് സംയുക്ത സേന ഏറ്റുമുട്ടലിൽ വധിച്ചത്. ആന്ധ്ര ഒഡീഷ ബോർഡർ സ്പെഷ്യൽ സോണൽ കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റി അംഗവും സെക്രട്ടറിയുമാണ് ഗജർല രവി. സ്പെഷ്യൽ സോണൽ കമ്മിറ്റി അംഗവും ഈസ്റ്റ് ഡിവിഷൻ സെക്രട്ടറിയുമാണ് അരുണ. S. ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, വിവരങ്ങൾ. വീണ, സുരക്ഷാ സേനകൾ മാവോയിസ്റ്റുകൾക്കെതിരെ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷനിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം കൂടി പിന്നിട്ടിരിക്കുന്നു എന്ന് പറയാം. കാരണം മാവോയിസ്റ്റ് ഭീകരത ഏറ്റവും അധികം ബാധിക്കപ്പെട്ടിരിക്കുന്ന 3 മേഖലകളാണ് ഛത്തീസ്ഗഡ്, ഒഡീഷ, അതോടൊപ്പം ആന്ധ്രാപ്രദേശ് മേഖലകൾ. അവിടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ മാവോയിസ്റ്റ് പ്രവർത്തനം നിയന്ത്രിച്ചിരുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തികൾ ഇപ്പോൾ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ ഗജർല രവി എന്നയാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അയാളുടെ ചുമതല ആ മേഖലയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആന്ധ്ര ഒഡീഷ ബോർഡർ സ്പെഷ്യൽ സോണൽ കമ്മിറ്റിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗവും സെക്രട്ടറിയുമായിരുന്നു ഈ ഗജർല രവി. ഗജർല രവിക്കായിരുന്നു ഈ 3 മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള മാവോയിസ്റ്റ് നീക്കങ്ങളുടെ ഏകോപനം, ആ ചുമതലയുണ്ടായിരുന്നത്. ഇയാളുടെ വീഴ്ച സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ സുരക്ഷാ സേനകളുടെ ഈ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനത്തിൽ നിർണായകമായ ചുവടുവയ്പ്പാണ്. ഇനി രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സ്പെഷ്യൽ സോണൽ കമ്മിറ്റി അംഗവും ഈസ്റ്റ് ഡിവിഷൻ സെക്രട്ടറിയുമായ അരുണയാണ്. അരുണയും ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കേഡറായ അഞ്ജു എന്ന വ്യക്തി കൂടി, മാവോയിസ്റ്റ് കൂടി ഈ ഏറ്റുമുട്ടലിൽ സൈന്യം, നമ്മുടെ സുരക്ഷാ സേന, അർദ്ധസൈനിക വിഭാഗങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ അരുണ ഈ മേഖലയിൽ വനിതാ പ്രവർത്തനങ്ങൾക്കടക്കം, വനിതാ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കടക്കം ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തി കൂടിയാണ് അരുണ. അരുണയെ അടക്കം വധിക്കാൻ സാധിച്ചതും ഈ മേഖലയിൽ നിന്നുള്ള മാവോയിസ്റ്റുകളെ മാവോയിസ്റ്റ് പ്രവർത്തനം തുടച്ചു നീക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം കൂടിയാണ്. മറ്റൊന്ന്, ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട്, പുലർച്ചയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ നിരവധി നാളുകളായി ഈ മാവോയിസ്റ്റുകളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതാണ് കേന്ദ്ര സർക്കാരിന് മുൻപാകെ ആയുധം വെച്ച് കീഴടങ്ങണമെന്നും സമാധാനത്തിൻ്റെ വഴിയെ എത്തണമെന്നും. പക്ഷേ അതെല്ലാം അവർ ആ ഘട്ടത്തിൽ തള്ളിക്കളയുകയായിരുന്നു. അതിനുശേഷം 2026 മാർച്ച് 31-ന് ഈ സ്വാഭാവികമായി സൈനിക നടപടിയിലൂടെ, സുരക്ഷാ സൈനികരുടെ നടപടിയിലൂടെ മാവോയിസ്റ്റ് പ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾക്കെതിരായ നടപടി ശക്തമാക്കിയിരിക്കുന്നതും ഏറ്റവും തലമുതിർന്ന നേതാക്കൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുള്ളതും. ഓക്കെ, ശരി ശ്രീകാന്ത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 190 മൃതശരീരങ്ങൾ DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞു. അഹമ്മദാബാദ് സിവിൽ ആശുപത്രി സൂപ്രണ്ട് രാകേഷ് ജോഷിയാണ് ഇക്കാര്യം അറിയിച്ചത്. തിരിച്ചറിഞ്ഞതിൽ 157 മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയതായും അദ്ദേഹം പറഞ്ഞു. 123 ഭാരതീയരുടെയും 27 UK പൗരന്മാരുടെയും മൃതശരീരങ്ങളാണ് തിരിച്ചറിഞ്ഞത്. മരിച്ച കനേഡിയൻ പൗരന്റെയും 7 പോർച്ചുഗീസ് സ്വദേശികളുടെയും മൃതശരീരങ്ങളും DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞതായി രാകേഷ് ജോഷി അറിയിച്ചു. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെയും നാഷണൽ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയിലെയും സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് DNA പരിശോധന നടത്തുന്നത്. പാക് വിഷയത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചത് പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിനിർത്തൽ നടപ്പാക്കിയത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അല്ലെന്ന് ട്രംപിനോട് തുറന്നു പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി
പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ഭാരതത്തിൻ്റെ നയം മധ്യസ്ഥർ വേണ്ട എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂറിലും മധ്യസ്ഥം ആരുടെയും സ്വീകരിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറച്ച നിലപാട് അറിയിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ആരുടെയും മധ്യസ്ഥം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല, ഇനി മധ്യസ്ഥം സ്വീകരിക്കുകയുമില്ല എന്നും പ്രധാനമന്ത്രി അറിയിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിശദീകരണത്തിൽ പറയുന്നു. भारत के मुंहतोड़ जवाब के कारण पाकिस्तान को भारत से सैन्य कार्रवाई रोकने का आग्रह करना पड़ा। प्रधानमंत्री मोदी ने राष्ट्रपति ट्रंप को स्पष्ट रूप से कहा कि इस पूरे घटनाक्रम के दौरान कभी भी किसी भी स्तर पर भारत अमेरिका ट्रेड डील या अमेरिका द्वारा भारत और पाकिस्तान के बीच मध्यस्थता जैसे विषयों पर बात नहीं हुई थी। सैन्य कार्रवाई रोकने की बात सीधे भारत और पाकिस्तान के बीच दोनों सेनाओं की एग्जिस्टिंग चैनल्स के माध्यम से हुई थी और पाकिस्तान के ही आग्रह पर हुई थी। प्रधानमंत्री मोदी ने जोर देकर कहा कि भारत ने न तो कभी मध्यस्थता स्वीकार की थी, न करता है और न ही कभी करेगा। പാകിസ്ഥാൻ ശക്തമായ ആക്രമണത്തിന് ഒരുങ്ങുന്നുവെന്ന് JD വാൻസ് പ്രധാനമന്ത്രിയോട് പറഞ്ഞിരുന്നതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ അവർ സ്വപ്നം കാണാത്ത രീതിയിൽ തിരിച്ചടി നൽകുമെന്ന് JD വാൻസിനെ പ്രധാനമന്ത്രി അറിയിച്ചതായും വിക്രം മിസ്രി പറഞ്ഞു. प्रधानमंत्री मोदी ने यह भी कहा कि भारत अब आतंकवाद को प्रॉक्सी वॉर नहीं, युद्ध के रूप में ही देखता है और भारत का ऑपरेशन सिंदूर अभी भी जारी है. പ്രധാനമന്ത്രിയുമായുള്ള ട്രംപിന്റെ ടെലിഫോൺ സംഭാഷണം 35 മിനിറ്റ് നീണ്ടു. ഭാരതം ഭീകരാക്രമണത്തെ യുദ്ധമായി കണക്കാക്കുമെന്നും പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായാണ് അമേരിക്കൻ പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ സംസാരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പെഹൽഗാം ആക്രമണം ഓരോ ഭാരതീയന്റെയും ആത്മാവിന് നേരെ ഉണ്ടായ ആക്രമണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ല. ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മോദി. G7 സമ്മേളന വേദിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. G7 സമ്മേളന വേദിയിലായിരുന്നു കൂടിക്കാഴ്ച. പരസ്പര ധാരണ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും ഇരു നേതാക്കളും ധാരണയിലെത്തി. ഇരു രാജ്യങ്ങളും പുതിയ നയതന്ത്ര ഹൈക്കമ്മീഷൻ നിയമനം ഉടൻ നടത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. ഇന്ന് 19 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. റെയിൽവേ സ്റ്റേഷൻ, പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉണ്ടായിരുന്നവർക്ക് നേരെയായിരുന്നു തെരുവുനായയുടെ ആക്രമണം. ഇതോടെ ഇതുവരെ തെരുവുനായയുടെ കടിയേറ്റവരുടെ എണ്ണം 75ആയി. ഇന്നലെ മാത്രം 56 പേരെയാണ് കണ്ണൂർ നഗരത്തിൽ തെരുവുനായ ആക്രമിച്ചത്. താവക്കര പുതിയ ബസ് സ്റ്റാൻഡ്, പ്രഭാത് ജംഗ്ഷൻ, SBI ബാങ്ക് റോഡ് പരിസരം എന്നിവിടങ്ങളിലായിരുന്നു തെരുവുനായ ആക്രമണമുണ്ടായത്. പിന്നീട് ഈ നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഭീതി അവസാനിച്ചു എന്ന് കരുതിയപ്പോഴാണ് ഇന്നും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. രാവിലെ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന വഴിയാണ്. അത് വരുന്ന സമയത്ത് പട്ടി വന്ന് അങ്ങനെ കടിച്ചു. കാലിന് കടിച്ചത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കൈക്ക് കടിച്ചു. അങ്ങനെ കൈക്ക് നല്ല മുറിവാണ്. ഭൂരിഭാഗം പേരെയും പിന്നാലെ ചെന്ന് നായ ആക്രമിക്കുകയായിരുന്നു. എവിടെ നിന്നൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് മുള്ളാമറ്റായിരിക്കും എൻ്റെ ബാക്കിൽ കുടുങ്ങി നിന്ന് നോക്കുമ്പോൾ നായി. അത് രണ്ടാമത് എന്നെ കൊള്ള വരുമ്പോൾ ഞാനത് എടുത്ത് നായിൻ്റെ ഈ ബായി ഇങ്ങനെ പിടിച്ച് അടിയും പിടിച്ചു. ഭാഗ്യത്തിന് ഇടിയേ പറ്റിയിട്ടുള്ളൂ. ஒன்றுமே பண்ணலையே, பின்னாலே வந்து எடுக்கணும். வந்ததே தெரியல. ഞാൻ വന്ന് ഇങ്ങനെ നിന്ന സമയത്ത് ബാക്കിൽ നിന്ന് വന്നിട്ട് കടിച്ച പാടി കുടയുണ്ടായിരുന്നു. കുടേനെ പിടിയൊക്കെ പോയി. അതൊക്കെ കൊടുത്തു കഴിഞ്ഞപാട് ഞാൻ തിരിഞ്ഞു പോയി. അത് കടിച്ചിട്ട് പറിക്കണം തിരിഞ്ഞ് ഞാൻ വീണ് പോയിട്ട് വീണ്ടും ഇത് കടിച്ച് പറിക്കാൻ വേണ്ടി നോക്കുകയാണ്. ആ ഇറച്ചി മസിലിൻ്റെ ഈ സൈഡാണ്, അത് എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇതിനിടെ തെരുവുനായ യുവതിയെ ആക്രമിക്കുന്ന ദൃശ്യം പുറത്തു വന്നു. കടിയേറ്റ യുവതി കുഴഞ്ഞു വീണു. സംഭവത്തിന് പിന്നാലെ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നായകളെ കോർപ്പറേഷൻ പിടിച്ചുകൊണ്ടുപോയി. നായകൾക്കായി കോർപ്പറേഷൻ അധികൃതർ തിരച്ചിൽ നടത്തുന്നതിനിടെ 3 നായ്ക്കളെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചത്ത നിലയിൽ കണ്ടെത്തി. അതേസമയം തെരുവുനായ ശല്യം രൂക്ഷമാകാൻ കാരണം കോർപ്പറേഷന്റെ വീഴ്ചയാണെന്ന് ആരോപിച്ചുകൊണ്ട് LDF പ്രതിഷേധം സംഘടിപ്പിച്ചു. ജനം, കണ്ണൂർ. പാലക്കാട്ടും തെരുവുനായ ആക്രമണം. കരിമ്പ കല്ലടിക്കോട് പറക്കിലടിയിൽ പേപ്പട്ടി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾക്ക് പരിക്കേറ്റു. പറക്കിലടി സ്വദേശി ജോർജ് ജോസഫിന്റെ പശുവിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പശുവിനെ ചികിത്സിക്കാനെത്തിയ ഡോക്ടറെയും നായ ആക്രമിക്കാൻ ശ്രമിച്ചു.
തെരുവുനായ ശല്യം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പേപ്പട്ടിയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. ഇന്ന് നിശബ്ദ പ്രചാരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കരുളായിൽ വീടുകൾ കയറിയുള്ള നിശബ്ദ പ്രചാരണം നടത്തുകയാണ്. അരുൺ ആലത്തൂരിന്റെ റിപ്പോർട്ടിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിശബ്ദ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹം ഇപ്പോൾ വീടുകളൊക്കെ കയറി ഇറങ്ങിന്ന് അതിരാവിലെ മുതൽ തന്നെ ഈ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണ്. ഈ സാഹചര്യത്തിലും മുന്നോട്ട് പോവുകയാണ് നിശബ്ദ പ്രചാരണം അല്ലേ? പ്രതികൂല കാലാവസ്ഥയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം ശക്തമായ പ്രചാരണം നടത്തുകയാണ് ഇവിടെ. യാതൊരു പ്രശ്നവുമില്ല. കാലാവസ്ഥയൊന്നും ഞങ്ങൾ കണക്ക് കൂട്ടുന്നില്ല. ഞങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് കാണുന്നത് ഈ നിശബ്ദ പ്രചാരണം? നാളെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ല. നിലമ്പൂരിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഈ അവസാന മണിക്കൂറിൽ എങ്ങനെയാണ്? ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്. ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ജനങ്ങൾ നിൽക്കുന്നത്. മാറ്റം ആണ് ജനങ്ങൾ താല്പര്യപ്പെടുന്നത്. ഞങ്ങളിവിടെ പറയുന്നത് വികസനത്തിന്റെ മുദ്രാവാക്യമല്ലേ. രാജീവ് ചന്ദ്രശേഖർജി ഇറക്കിയ പ്രകടന പത്രികയിൽ നിലമ്പൂരിന്റെ സമഗ്ര വികസനത്തെ ലാക്കാക്കിയിട്ടുള്ള 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ ഞങ്ങൾ ഇത് ചെയ്യും, നിലമ്പൂർ ബൈപ്പാസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ നാട്ടിന്റെ വികസനത്തെ പറ്റിയാണ് പറയുന്നത്. ഈ നിലമ്പൂർ ജില്ല ജനങ്ങളും അത് മനസ്സിലാക്കുന്നുണ്ടെന്ന് തന്നെയാണ്? അതെ, തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഈ ഇടതു വലത് മുന്നണികളൊക്കെ അവസാന മണിക്കൂറുകളിലും പ്രീണന രാഷ്ട്രീയം, അതായത് ഈ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് കോൺഗ്രസും അതുപോലെ PDP യെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷവും ഒക്കെ മുന്നോട്ട് പോകുന്ന കാഴ്ചയായിരുന്നു. അതുമൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും തിരിച്ചറിയും. അവർ കാണുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. അവരുടെയൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അവർ കാണുന്നുണ്ട്. വികസനത്തിന്റെ മുദ്രാവാക്യം ഉയർന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. BJP മാത്രമേ ഉള്ളൂ. BDJS ഞങ്ങൾ ഒന്നിച്ചാണ്. BJP ആണ് കൂടുതൽ മുന്നോട്ട് നീങ്ങുന്നത്. ഈ വോട്ടർമാരോട് ഇനി ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് അവർ കടക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരോട് എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്? വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യാനാണ് പറയുന്നത്. താമരയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക. നമ്മുടെ നാടിന്റെ വികസനത്തിന്, നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തിയാകുവാൻ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യുക. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ എങ്ങനെയാണ് ഒരുപാട് ഭാഗങ്ങളിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പ്രവർത്തകർ എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ അടുത്ത വീടുകളിലൂടെ ഞങ്ങൾ രാവിലെ പോകുന്നതുകൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് അടുത്ത വീടുകളിൽ ഞങ്ങൾ വോട്ട് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് കനത്ത മഴയും പെയ്യുന്നുണ്ട്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയും ഒപ്പം വിവിധയിടങ്ങളിൽ NDA പ്രവർത്തകർ ഓരോ ടീമുകളായി വീടുകൾ കയറി ഇറങ്ങിയും മറ്റുമൊക്കെ നിശബ്ദ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന് വോട്ട് അഭ്യർത്ഥിച്ചുള്ള പരസ്യം പ്രസിദ്ധീകരിച്ച സമസ്ത ദിനപത്രം. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനായുള്ള പരസ്യം ഉൾപേജിൽ കൊടുത്തപ്പോൾ ആദ്യ പേജിലാണ് PV അൻവറിന്റെ പരസ്യം സുപ്രഭാതം പ്രസിദ്ധീകരിച്ചത്. പത്രത്തിന്റെ മലപ്പുറം എഡിഷനിലാണ് പരസ്യമുള്ളത്. വിരുന്നുകാർ നാളെ മടങ്ങിപ്പോകും, നിലനിൽപ്പിനായി സ്വയം പോരാടുക എന്ന ഹെഡിങ്ങോടെയാണ് പരസ്യം കൊടുത്തിരിക്കുന്നത്. എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്നും പരസ്യത്തിൽ അൻവർ ചോദിക്കുന്നു. സംസ്ഥാനത്ത് വീണ്ടും അതിശക്ത മഴ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് ഉള്ളത്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തീരപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? വീണ, സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ അതിശക്തമായ മഴ തന്നെയായിരിക്കും തുടരുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അടുത്ത് വരുന്ന 3 മണിക്കൂറിൽ ശക്തമായ കാറ്റോട് കൂടിയ മഴയായിരിക്കും ഉണ്ടാവുക. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, തൃശൂർ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട്. മറ്റ് ജില്ലകൾക്കൊന്നും പ്രത്യേക അലർട്ടുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. എന്നാലും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും കടലിൽ പോകുന്നത് ഒഴിവാക്കണമെന്നുമുള്ള നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. സമുദ്ര ഗവേഷണ പഠന വകുപ്പും ഇത് തന്നെയാണ് പറയുന്നത്. തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കുക, കടൽക്കയറ്റത്തിനുള്ള സാധ്യതകൾ വളരെ അധികമാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. നദീതടങ്ങളിൽ ഇറങ്ങുന്നവർ സൂക്ഷിക്കുകയെന്നും, കാരണം ഇപ്പോഴാണ് ജലനിരപ്പ് ഉയരുക എന്നൊരു കാര്യം പറയാൻ സാധിക്കില്ല എന്നുമുള്ളൊരു കാര്യമാണ് കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത്. എന്തായാലും മണിക്കൂറിൽ 80 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. വീണ,
ഓക്കെ, ശരി ശ്രീനന്ദ. വയനാട് ദുരന്തം നേരിടാൻ കേന്ദ്രം നൽകിയ തുകയുടെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് കേരളം നൽകിയില്ല. തുക എന്തിനൊക്കെ ചെലവഴിച്ചെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റാണ് നൽകാത്തത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. സർട്ടിഫിക്കറ്റുകൾ നൽകിയാൽ മാത്രമാണ് കേന്ദ്രം കൂടുതൽ തുക അനുവദിക്കുകയുള്ളൂ. ജനം ബ്രേക്കിംഗ്. കേരളത്തെ നടുക്കിയ വയനാട് ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് 145 കോടി രൂപ സംസ്ഥാനത്തിന് കേന്ദ്രം കൈമാറിയത്. ഇതിനുശേഷം ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും 215 കോടിയും മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് 153 കോടിയും കൈമാറി. കൂടാതെ വയനാട്ടിൽ ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനുൾപ്പെടെ 550 കോടി രൂപയോളം സംസ്ഥാനത്തിന് കേന്ദ്രം നൽകിയിരുന്നു. ദുരന്തമുണ്ടായ മേപ്പാടിയിൽ ഉൾപ്പെടെയാണ് പുതിയ ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക. എന്നാൽ കേന്ദ്രം നൽകിയ തുകയുടെ കൃത്യമായ കണക്കുകൾ സംസ്ഥാനം പുറത്തുവിട്ടിട്ടില്ല. ഈ തുക എന്തിന് ചെലവഴിച്ചെന്നും വ്യക്തമല്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം കൈമാറിയ തുകയുടെ ധനവിനിയോഗ സർട്ടിഫിക്കറ്റുകൾ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് കണക്കുകൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കത്ത് നൽകി. ഇത് നൽകിയാൽ മാത്രമേ കൂടുതൽ തുക കേരളത്തിന് അനുവദിക്കാൻ കഴിയൂ. മുൻപും കേന്ദ്രം നൽകിയ തുകയുടെ കണക്കുകൾ നൽകുന്നതിൽ കേരളം വീഴ്ച വരുത്തിയിരുന്നു. കേന്ദ്ര ഫണ്ട് വകമാറ്റി ചിലവഴിക്കുന്നതായിരുന്നു ഇതിന് കാരണം. ഇതിനെ തുടർന്ന് സംസ്ഥാനത്തിനുള്ള സഹായം മുടങ്ങുമ്പോൾ കേന്ദ്രത്തെ പഴിചാരുകയാണ് സർക്കാരിൻ്റെ പതിവ്. സുപ്രീം കോടതിയിലും കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചിരുന്നു. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് MSCയുടെ മറ്റൊരു കപ്പലിനെ കൂടി ഉപാധികളോടെ അറസ്റ്റ് ചെയ്യാൻ ഇടക്കാല ഉത്തരവ്. ഹൈക്കോടതിയുടേതാണ് നടപടി. MSC പോളോ 2 കപ്പൽ വിഴിഞ്ഞം വിടരുതെന്നാണ് നിർദ്ദേശം. 74 ലക്ഷം രൂപയുടെ DD ഹാജരാക്കിയാൽ മാത്രം MSC പോളോ 2 കപ്പലിന് വിഴിഞ്ഞം വിടാം. തുകയുടെ DD ഹാജരാക്കാമെന്ന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. DD ഹാജരാക്കൽ നടപടികൾ പൂർത്തിയായാൽ കപ്പൽ വിട്ടുകൊടുക്കാമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. നേരത്തെ MSCയുടെ തന്നെ മനാസ F കപ്പലും കോടതി അറസ്റ്റ് ചെയ്യാൻ ഇടക്കാല ഉത്തരവിട്ടിരുന്നു. പിന്നീട് 6 കോടിയുടെ DD ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കപ്പൽ വിട്ടുകൊടുത്തത്. ED ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി കേസിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് വിജിലൻസ്. കേസിൽ 1-ാം പ്രതി ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനമായില്ല. അതിനിടെ ശേഖർ കുമാറിനെതിരായ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. ED സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഡൽഹിയിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൈക്കൂലി കേസിൽ വിജിലൻസ് പ്രതിയേർത്ത ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ കൊച്ചി സോണൽ ഓഫീസിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് മാറ്റിയിരുന്നു. രാജ്യത്ത് വിവിധ സോണലുകളിലെ 18 ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റ പട്ടികയിലായിരുന്നു ശേഖർ കുമാറും ഉൾപ്പെട്ടത്. എന്നാൽ സ്ഥലംമാറ്റം അന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് എറണാകുളം റേഞ്ച് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. 1-ാം പ്രതിയായ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനമായിട്ടില്ല. ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. 1/2 ലക്ഷത്തിലേറെ ഫോൺ രേഖകളും 3 ലക്ഷത്തിലധികം മറ്റു രേഖകളും പരിശോധിക്കേണ്ടതുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും S ശശിധരൻ പ്രതികരിച്ചു. 50,000-ഓളം വോയിസ് ചാറ്റ്സും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഏകദേശം വെരിഫൈ ചെയ്ത സെറ്റ് ചെയ്തിട്ടാണ്. ഇനി കുറച്ച് ഒരു 3 ലക്ഷത്തിൽ പരം മറ്റ് ഡാറ്റയുണ്ട് നമുക്ക്. അത് നമ്മുടെ പരിശോധന തുടർന്നു വരികയാണ്. അപ്പോൾ അതാണ് എടുക്കുന്ന സമയം. തീർച്ചയായിട്ടും യാതൊരു സംശയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ 2 ആഴ്ച നമുക്ക് നീട്ടി തന്നിട്ടുണ്ട്. വിത്തിൻ ദാറ്റ് ടൈം നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്ന പ്രതീക്ഷയില്ല. നമ്മൾ നോർമൽ കോൾസിൻ്റെ എല്ലാം ഏകദേശമായി വരുന്നു. പക്ഷേ ഇത് ശരിക്കും ഒരു വോളമിനസാണ്, ശരിക്ക് അന്വേഷിക്കാനുണ്ട്. അപ്പോൾ അത് ആ ഭാഗമെല്ലാം കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പരാതിക്കാരനായ വ്യവസായി അനീഷ് ബാബുവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അനീഷ് ബാബുവിനെതിരായ കേസിന്റെ വിവരങ്ങളും STF ശേഖരിച്ചിട്ടുണ്ട്. ശേഖർ കുമാറിന്റെ കൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷം ED ഡയറക്ടർക്ക് STF വൈകാതെ റിപ്പോർട്ട് സമർപ്പിക്കും. ജനം, കൊച്ചി. ആലപ്പുഴ താമരക്കുളം പഞ്ചായത്തിൽ BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച കർഷകനോടുള്ള ആദരസൂചകമായും പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുമാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തത്. മരിച്ച കർഷകൻ ശിവൻകുട്ടിപ്പിള്ളയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കോൺഗ്രസ് പ്രാദേശിക നേതാവ് ജോൺസൺ പന്നിക്കൊരുക്കിയ കെണിയിൽ നിന്നും ഷോക്കേറ്റാണ് ആലപ്പുഴ താമരക്കുളത്ത് ശിവൻകുട്ടി കെ പിള്ള എന്ന കർഷകൻ മരിച്ചത്. നിർധന കുടുംബത്തിൽപ്പെട്ട ശിവൻകുട്ടിയുടെ ആശ്രിതർക്ക് 25 ലക്ഷം രൂപ ധനസഹായം നൽകുക, ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകുക, കർഷകർക്ക് നിരന്തരം ഭീഷണി ഉയർത്തുന്ന പന്നിശല്യം പരിഹരിക്കാൻ ശാശ്വത സംവിധാനമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP താമരക്കുളം പഞ്ചായത്തിൽ ഇന്ന് ഉച്ചവരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഈ മരണപ്പെട്ട കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിൽ അരക്ക് താഴേക്ക് തളർന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ആ കുടുംബത്തിന് അടിയന്തരമായി 25 ലക്ഷം രൂപയുടെ ധനസഹായം നൽകണം.
അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിലെ ഒരാൾക്ക് ഒരു നിയമനം നടത്തിക്കൊണ്ട്, സർക്കാർ നിയമനം നടത്തിക്കൊണ്ട് സർക്കാർ ഈ ഇങ്ങനെയുള്ള ആക്രമണങ്ങളിൽ, ഈ മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ അവരുടെ കൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് സാധാരണക്കാരന് കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. വിദേശത്ത് ജോലി നോക്കിയിരുന്ന ശിവൻകുട്ടി ഭാര്യ കിടപ്പുരോഗിയായതോടെയാണ് നാട്ടിൽ മടങ്ങിയെത്തിയത്. പിന്നീട് കൃഷി ചെയ്താണ് കുടുംബം പോറ്റിപ്പോന്നത്. രാവിലെ 9ഓടെ മോർച്ചറിയിൽ നിന്നും വീട്ടിലെത്തിച്ച മൃതദേഹം 11ഓടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ജനം, ആലപ്പുഴ. വയനാട് മേപ്പാടി നെല്ലിമുണ്ടയിൽ ഇന്നലെ രാത്രി വീണ്ടും കാട്ടാന ഇറങ്ങി. പാറക്കം വയലിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നിരവധി കവുങ്ങും നശിപ്പിച്ചു. 3 ആനകളാണ് പ്രദേശത്ത് ഇറങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. അർദ്ധരാത്രിയോടെ പ്രദേശത്ത് നിന്നും ആനയെ തുരത്തി. മുൻപും ഈ പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ പ്രതിയായ അമ്മാവൻ ഹരികുമാറിനും അമ്മ ശ്രീധുവിനും നുണപരിശോധന നടത്തിയേക്കും. കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞുകൊന്നത് അമ്മയായ ശ്രീധുവാണ് എന്ന ഹരികുമാറിന്റെ മൊഴിമാറ്റത്തിന് പിന്നാലെയാണ് നുണപരിശോധന. ജയിൽ സന്ദർശനത്തിന് എത്തിയ റൂറൽ എസ്.പിക്കാണ് ഹരികുമാർ മൊഴി നൽകിയത്. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകം സംബന്ധിച്ച കേസ് പ്രതിയായ അമ്മാവൻ ഹരികുമാറിന്റെ മൊഴിമാറ്റത്തിലൂടെ പുതിയ വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്നത് താനല്ലെന്നും മാതാവായ ശ്രീധുവാണെന്നുമാണ് ഹരികുമാറിന്റെ പുതിയ മൊഴി. കേസന്വേഷണം പൂർത്തിയാക്കി ഹരികുമാറിനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഹരികുമാർ മൊഴി മാറ്റിയത്. ജയിൽ സന്ദർശനത്തിനെത്തിയ റൂറൽ എസ്.പിയോടായിരുന്നു പ്രതിയുടെ വെളിപ്പെടുത്തൽ. ഹരികുമാറിന്റെ വാക്കുകൾ പൂർണ്ണ വിശ്വാസയോഗ്യമായി കാണാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വ്യക്തത വരുത്താൻ നുണപരിശോധന നടത്താനുള്ള തീരുമാനം. ഹരികുമാറിനെയും പ്രതിയുടെ സഹോദരി കൂടിയായ ശ്രീധുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കും. മരിച്ച ദേവേന്ദുവിന്റെ അച്ഛൻ ശ്രീജിത്തും ശ്രീധുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. തെളിവുകളില്ലെന്നതായിരുന്നു അന്ന് പോലീസിന്റെ നിലപാട്. ജനുവരി 30-നാണ് ബാലരാമപുരത്തെ വീട്ടിൽ നിന്നും കുട്ടിയെ കാണാതാകുന്നതും പിന്നീട് കിണറ്റിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും. സഹോദരിയുമായുള്ള വഴിവിട്ട ബന്ധത്തിന് തടസ്സമായപ്പോൾ ഹരികുമാർ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് നിലവിലത്തെ കേസ്. ജനം, തിരുവനന്തപുരം. മാലിന്യം സൂക്ഷിക്കാനായി വയനാട് മാനന്തവാടി നഗരസഭ വാങ്ങിയ MCF-ൽ സാമ്പത്തിക തിരിമറിയെന്ന ആരോപണം. MCF വാങ്ങാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുവെന്നാണ് വിവരാവകാശത്തിൽ ലഭിച്ച മറുപടി. സംഭവത്തിൽ പൊതുപ്രവർത്തകനായ രാജൻ ഒഴക്കോടി വിജിലൻസിന് പരാതി നൽകി. മാനന്തവാടി നഗരസഭ മാലിന്യ സംസ്കരണത്തിന് സ്ഥാപിച്ച ഒരു MCF 1 ലക്ഷം രൂപ ചിലവഴിച്ചു എന്നാണ് രാജന് വിവരാവകാശത്തിൽ നിന്ന് ലഭിച്ച മറുപടി. 29,000 രൂപ ചിലവ് വരുന്ന മാലിന്യം സൂക്ഷിക്കുന്ന യൂണിറ്റിനാണ് 3 ഇരട്ടി പണം നൽകിയത്. 2024-25 നഗരസഭ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിനായി 33 MCF-കൾ വാങ്ങിയെന്നും ഇതിൽ ലക്ഷങ്ങൾ അഴിമതിയുണ്ടെന്നുമാണ് വിജിലൻസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. 2023-24 സാമ്പത്തിക വർഷം മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിരിക്കുന്ന കൂടുകൾ, അതായത് മിനി MCF എന്ന് പറഞ്ഞുള്ള ഈ കൂടിന് വിവിധ സ്ഥലങ്ങളിൽ, മാനന്തവാടി മുനിസിപ്പാലിറ്റി വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ട് 33 എണ്ണമാണെന്ന് വിവരാവകാശ പ്രകാരം ലഭിച്ചുള്ള മറുപടിയിൽ എനിക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ 1 ലക്ഷം രൂപ വെച്ച് മുടക്കിയെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ വലിയ അഴിമതി നടന്നിട്ട് അതിൻ്റെ കാണുന്നുണ്ട്. അതിനുപയോഗിച്ചിട്ട് മെറ്റീരിയൽസും അതുപോലെ തൊഴിലാളികളുടെ കൂലിയടക്കം വേതന അടക്കം നമ്മൾ അന്വേഷിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ വലിയ സാമ്പത്തിക കഴിവ് നടന്നിട്ടുണ്ട്. ഏകദേശം 30,000 രൂപയിൽ താഴെയാണ് ഒരു മിനി FCF സ്ഥാപിക്കാൻ ആവശ്യമായി വന്നിട്ട്. പക്ഷേ ഇവിടെ 1 ലക്ഷം രൂപ വെച്ചാണ് ഇവരിതിൽ പറഞ്ഞിട്ടുള്ളത്. അത് വലിയ അഴിമതിയാണ്. വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മിച്ചാൽ പോലും 29,000 രൂപ മാത്രമാണ് ഒരു യൂണിറ്റിന് വരിക. MCF-ന് 3 ഇരട്ടിയിലേറെ വില നൽകിയതിനെതിരെ അന്വേഷണം നടത്തണമെന്നാണ് പരാതി. ജനം, വയനാട്. കോഴിക്കോട് മാറാട് ഭജനമഠം അടിച്ചു തകർത്ത കേസിന്റെ മുന്നോട്ടുള്ള പോക്കിൽ അതൃപ്തിയും ആശങ്കയും പ്രകടിപ്പിച്ച അയ്യപ്പഭക്തർ. പ്രതി നവാസ് പറഞ്ഞ മുഹീദ്ദീൻ സംഘടനയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും കൃത്യത്തിനു പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നുമാണ് ഭക്തരുടെ ആവശ്യം. അതേസമയം പോലീസുകാരെ ആക്രമിച്ചതിനും മതവികാരം വ്രണപ്പെടുത്തിയതിനും 332, 298 അടക്കം ഗുരുതര വകുപ്പ് ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മാറാട് ഭജനമഠത്തിൽ അതിക്രമിച്ചു കടക്കുകയും ഗുരുസ്വാമിയെ മർദ്ദിക്കുകയും ചെയ്ത കേസിലെ പ്രതി നവാസ് പിടിക്കപ്പെട്ട സമയത്ത് പോലീസുകാരോട് പറഞ്ഞ മൊയ്തീൻ സംഘടന, ആ സംഘടനയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയോ? പിടിക്കപ്പെട്ട സമയത്ത് പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന അറബി പുസ്തകത്തിലെ ഉള്ളടക്കം എന്തായിരുന്നു? അക്രമം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് പ്രതി എവിടെയൊക്കെ സഞ്ചരിച്ചു? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ ആര്? ഇങ്ങനെ നീളുന്നു ഭക്തരുടെ ആശങ്കകൾ.
ഇപ്പോൾ നമ്മുടെ ഈ കേസിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ഈ അയ്യപ്പ ഭക്ത സംഘത്തിലെ ആളുകളൊന്നും തൃപ്തരല്ല. കാരണം കേസ് നേരായ രീതിയിലാണോ നടക്കുന്നുള്ളൊരു സംശയം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം സർക്കാരും അതേപോലെ തന്നെ ജില്ലാ ഭരണാധികാരികളും പോലീസ് ഉദ്യോഗസ്ഥരും ഒന്നും കൂടി ഞങ്ങളെ ഈ പ്രദേശത്തുള്ള സാധാരണക്കാർക്ക് ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കേസ് നടപടികളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യം കൂടി ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ട്. ഭജനമഠത്തിൽ അതിക്രമം നടന്നിട്ട് ഇന്നേക്ക് 10 ദിവസം പിന്നിടുകയാണ്. എന്നിട്ടും അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഭക്തർ പൂർണ്ണ തൃപ്തരല്ല. റിമാൻഡിലായ പ്രതി നവാസ് സെല്ലിൽ വെച്ച് മാനസികാസ്വാസ്യം പ്രകടിപ്പിച്ചെന്നും തുടർന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചെന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. അതേസമയം പ്രതിക്കെതിരെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുകയും ഐക്യമില്ലാതാക്കുകയും ചെയ്തതിനും മതവികാരം വ്രണപ്പെടുത്തിയതിനും 332, 298, 109 തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പഴുതടച്ച അന്വേഷണമാണ് നടക്കുന്നതെന്നും പ്രതിക്ക് മാനസിക രോഗമെന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. ജനം, കോഴിക്കോട്. ഐതിഹ്യപ്പെരുമയും രുചിപ്പെരുമയും കൊണ്ട് ഏവർക്കും പ്രിയങ്കരമായ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് ഇനി പൊള്ളുന്ന വില. ലിറ്ററിന് 100 രൂപ വർദ്ധിപ്പിച്ച് 260 രൂപയാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. വരും ദിവസങ്ങൾ പാൽപ്പായസത്തിന്റെ ഉൽപ്പാദനത്തിന്റെ അളവും കൂട്ടും. 1 ലിറ്റർ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് 160 രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ ഈടാക്കുന്നത്. ഇത് 260 രൂപയാക്കാനാണ് തീരുമാനം. വിശേഷ ദിവസങ്ങളിൽ 350 ലിറ്ററും അല്ലാത്തപ്പോൾ 300 ലിറ്ററും തയ്യാറാക്കാനും ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ പ്രതിദിനം 225 ലിറ്റർ പായസമാണ് നിവേദിക്കുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസം ഗോപാലകർഷക എന്നറിയപ്പെടുന്നത് അത് വില വർദ്ധിക്കുന്നതിനോടുപരി അത് ഗുണനിലവാരത്തോടെ ലഭിക്കുകയും 1 ലിറ്ററിന് 1 ലിറ്റർ കിട്ടുകയും വേണം. അപ്പോൾ എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇങ്ങനെ തീരുമാനം അമ്പലപ്പുഴ പാൽപ്പായസം ഭക്തജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഓൺലൈൻ ബുക്കിംഗ് ആക്കിയതിനും നേരിട്ടുള്ള ബുക്കിംഗ് ആക്കിയതിലും സന്തോഷമുണ്ട്. എല്ലാവർക്കും പായസം കിട്ടട്ടെ, നല്ല പായസം കിട്ടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. 10 വർഷം മുമ്പാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ നിരക്ക് പരിഷ്കരിച്ചത്. പുതിയ വില ചിങ്ങം 1 മുതൽ പ്രാബല്യത്തിൽ വരുത്താനാണ് തീരുമാനം. പാൽപ്പായസം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. ജനം, ആലപ്പുഴ. മലയാളി പർവ്വതാരോഹകൻ നോർത്ത് അമേരിക്കയിലെ പർവ്വതത്തിൽ കുടുങ്ങി. ഷെയ്ഖ് ഹസൻ ഖാനാണ് മൗണ്ട് ഡെനാലിയിൽ കുടുങ്ങിയത്. പർവ്വതാരോഹകൻ അധികൃതരുടെ സഹായം തേടിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ സുരക്ഷാ സേനയ്ക്ക് ആദരവ് അർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മൗണ്ട് ഡെനാലിയിലേക്ക് യാത്ര തിരിച്ചത്. വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടു. ജിഷ്ണു കൃഷ്ണൻ ചേർന്ന വിവരങ്ങളുമായി. ജിഷ്ണു, എന്താണ് വിവരങ്ങൾ? ഇവിടെ ദനാലി ആ പർവ്വതത്തിലെ 17,000 അടി ഉയരത്തിലുള്ള ക്യാമ്പിലാണ് ഈ പർവ്വതാരോഹണൻ ഇപ്പോൾ കുടുങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഷെയ്ഖ് ഹസൻ ഖാൻ നേരത്തെയും ഇത്തരത്തിൽ നിരവധി കൊടുമുടികൾ കീഴടക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ സഞ്ചാരത്തിൽ റെക്കോർഡിട്ട വ്യക്തി കൂടിയാണ്. നിലവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം ഈ വലിയ കൊടുങ്കാറ്റ് മേഖലയിൽ ഉണ്ടാവുകയും ഈ മൗണ്ട് ധനാലിയുടെ 17,000 അടി ഉയരത്തിലുള്ള ക്യാമ്പിൽ കുടുങ്ങി എന്നുള്ളതാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ ഓപ്പറേഷൻ സിന്ദൂരിൽ അതിൽ സൈനികർക്ക് സല്യൂട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പതാകയും ഒപ്പം അവർക്ക് അഭിവാദ്യം ചെയ്തിട്ടുള്ള പോസ്റ്ററും ഈ പർവ്വതത്തിന് മുകളിൽ സ്ഥാപിക്കുക അല്ലെങ്കിൽ പർവ്വതത്തിന് മുകളിൽ പ്രദർശിപ്പിക്കാനുള്ള ദൗത്യവുമായിട്ടാണ് ഷെയ്ഖ് ഹസൻ ഖാൻ എത്തിയിട്ടുള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതികൂലമായ കാലാവസ്ഥയിൽ അപകടമുണ്ടായിട്ടുള്ളത്. ഷെയ്ഖ് ഹസൻ ഖാൻ ഇത്തരത്തിൽ അധികൃതരുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിലവിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയം വിദേശകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും റെസ്ക്യൂ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ ഈ വിഷയം വിദേശകാര്യമന്ത്രിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായിട്ടുള്ള ചിലിയിലെ ഓഗോസ് ദെൽ സലോദോ കീഴടക്കിയിട്ടുള്ള സഞ്ചാരി കൂടിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. കൂടാതെ എവറസ്റ്റ് ആരോഹണം, മറ്റ് നിരവധി ദൗത്യങ്ങൾ, നിരവധി സഞ്ചാരങ്ങൾ നടത്തുകയും അതിൽ പരിചിതമായിട്ടുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹമാണിപ്പോൾ ഇത്തരത്തിലൊരു അപകടത്തിൽ പെട്ടിട്ടുള്ളത്. കൃത്യമായി BJPയുടെ ഭാഗത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും വിദേശകാര്യ മന്ത്രിയുടെയും ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വീണ. ശരി ജിഷ്ണു.
അപകട ഭീഷണിയിലായ എറണാകുളം വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ഫ്ളാറ്റ് പൊളിക്കൽ, താമസക്കാരെ ഒഴിപ്പിക്കൽ നടപടികളുമായി കളക്ടറിന് മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. വാടകയിൽ തീരുമാനമെടുക്കുന്നതുവരെ കളക്ടർ കാത്തിരിക്കരുത്. ഒഴിപ്പിക്കൽ നടപടികൾ കോടതി ഉത്തരവിനനുസരിച്ച് നടത്തണമെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. ഒഴിപ്പിക്കൽ നടപടികളുമായി താമസക്കാർ സഹകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വാടകത്തുക വർദ്ധിപ്പിക്കുന്ന കാര്യം ഉറപ്പായും പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ചന്ദർകുഞ്ചിലെ താമസക്കാരെ ഒഴിപ്പിക്കൽ നടപടികൾക്ക് ശേഷം കളക്ടർ അടങ്ങിയ സമിതിക്ക് എത്ര പേർക്ക് പുതിയ ഫ്ളാറ്റ് വേണമെന്നതിലടക്കം തീരുമാനമെടുക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മണ്ണിടിച്ചിൽ ഭീതിയിൽ തൃശൂർ ഇരിങ്ങാലക്കുടയിലെ 30ഓളം കുടുംബങ്ങൾ. ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ മലയുടെ ഭാഗങ്ങൾ വീടുകൾക്ക് സമീപം വീണിട്ടുണ്ട്. പരാതികൾ പറഞ്ഞു മടുത്ത ഇവർ എന്തും വരട്ടെ എന്ന നിലപാടിലാണിപ്പോൾ. ഞങ്ങൾക്കിത് ഒന്ന് നിറവേറ്റി തരണം, ഇതൊന്ന് കുന്നിടിച്ച് തന്ന് ഞങ്ങളിത് ഇവിടുന്ന് കരകയറ്റി തരാനായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അല്ലാണ്ട് വേറെ ഞങ്ങൾക്കൊരു അപേക്ഷയില്ല. ഞങ്ങളുടെ വീടുകൾ പോകരുത്, കുട്ടികളുണ്ട്, അവർ പുറത്തേക്ക് ഇറങ്ങണം, എല്ലാ കാര്യം കൊണ്ടും ഞങ്ങൾക്ക് വിഷമാണ്. കല്ലാക്കി കെട്ടി അവരെങ്ങനെ ചെയ്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങളുടെ കൊച്ചു മക്കളും ഞങ്ങളും ജീവിക്കുന്നവരാ. വയസ്സായ അമ്മേന് ആ അമ്മയ്ക്കും ഇവിടെ ജീവിക്കണം, മരിക്കോളോ. അത് ഞങ്ങൾക്കൊന്ന് നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്ന് നിറവേറ്റി തരണം. ഇങ്ങനെ കൈതൊഴുത് കേണപേക്ഷിച്ചിട്ടും ഇവരുടെ ആവലാതികൾ കേൾക്കാൻ ഇതുവരെ അധികാരികളാരും തയ്യാറായിട്ടില്ല. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ 38ാം ഡിവിഷനിലെ വാതിൽമഠ കോളനിയിലെ 30ഓളം കുടുംബങ്ങളാണ് ഏതു നിമിഷവും മണ്ണിലടിയിലായേക്കാമെന്ന ആശങ്കയിൽ ജീവിതം തള്ളി നീക്കുന്നത്. കാലവർഷം ആരംഭിച്ചതോടെ മണ്ണ് പതിയെ ഇടിഞ്ഞു തുടങ്ങി. ഇതോടെ കുഞ്ഞു കുട്ടികളുമായി കണ്ണിൽ എണ്ണയൊഴിച്ചാണ് ഇവർ സമയം തള്ളി നീക്കുന്നത്. ഇപ്പം അടുത്ത മഴയായി ഇതേവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൊച്ചു മക്കളുണ്ട്, എൻ്റെ വയസ്സായ അമ്മയുണ്ട്, പിന്നെ ഒരു വൈഫ്. ഇവർക്ക് ഇവിടെ ബാക്കിലേക്ക് പോകാനേ പറ്റണില്ല. ഞങ്ങളുടെ ഈ പിള്ളേരെ വരെ ബാക്കിലേക്ക് വിടാൻ പറ്റണില്ല. ഇവർ ഇടിച്ച് തരാമെന്ന് പറഞ്ഞാൽ 5 അടിക്ക് ഹൈറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് 5 അടി അങ്ങോട്ടും 5 അടി ഹൈറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി വോട്ട് വാങ്ങിയവർ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ഇവിടുത്തുകാർ പറയുന്നു. കഴിഞ്ഞ വർഷം മണ്ണിടിഞ്ഞ് വീട് തകർന്നവർക്ക് ഇപ്പോഴും സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. തകർന്ന വീടിന്റെ ഒരു ഭാഗത്ത് കഴിഞ്ഞുകൂടുകയാണെന്ന് വീട്ടമ്മ പറഞ്ഞു. ഇത് കഴിഞ്ഞ കൊല്ലം 2 കൊല്ലം മുമ്പ് ഇതുപോലെ അവിടുന്ന് മണ്ണിടിച്ചിട്ട് വീണതാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അംഗനവാടിയിലേക്ക് ആക്കി. ഇതെല്ലാ പ്രാവശ്യം ഇങ്ങനെ കുന്നിടിയും. പിന്നെ ഈ പ്രാവശ്യത്തെ വെള്ളം കയറിയിട്ട് ആകെ ചിളിവിളിയൊക്കെ എടുക്കുക. പേടിയുണ്ട്. ഇവനെ മൂത്ത് വേറെ 2 പേരുണ്ട്, പെൺകുട്ടികളാണ്. അവർ രണ്ടാളും ഇതുപോലെ സ്കൂളിൽ കേട്ടു. ഞാൻ ഇവിടെ ചെളിവിളിയായിട്ട് കിടക്കല്ലേ. ഇതിപ്പോൾ ഈ 10 കൊല്ലമായി ഇവർ വീട് പാസ്സാക്കി തരാം എന്നൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയണേ. പക്ഷേ ഇവർ പറയണ പോലെ പൈസ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ല. മണ്ണിടിച്ചിൽ ആശങ്കയിൽ കഴിയുന്ന വാതിൽമഠം കോളനി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. ദിവസങ്ങളായി അഴുക്കുചാലിലെ വെള്ളമടക്കം കോളനിയിലൂടെ ഒഴുകുകയായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിയാൻ കേന്ദ്രമന്ത്രി വരുമെന്ന വിവരം അറിഞ്ഞതോടെയാണ് ഓട വൃത്തിയാക്കാൻ ഇരിങ്ങാലക്കുട നഗരസഭ തയ്യാറായത്. ഫയർഫോഴ്സിന്റെ അടക്കം സഹായത്തോടെയാണ് ഓട വൃത്തിയാക്കൽ നടന്നത്. ജനം, തൃശൂർ. തിരുവനന്തപുരം വർക്കല പാപനാശം കുന്ന് ഇടിഞ്ഞതിന് സമീപമുള്ള പല ഭാഗങ്ങളും ഇപ്പോൾ തകർച്ചാ ഭീഷണിയിലാണ്. തീരത്തിന്റെ പകുതിയിലേറെ ഭാഗത്തും തിരയടിച്ചു കയറി അപകട ഭീഷണി. എല്ലാ വർഷവും തുടർച്ചയായി ഇടിഞ്ഞിട്ടും പാപനാശം കുന്ന് സംരക്ഷിക്കാനുള്ള സർക്കാർ നടപടികൾ എങ്ങും എത്തിയില്ല. ശക്തിയായ മഴയിൽ പാപനാശം കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഇടിഞ്ഞതിന് സമീപം കുന്നിന്റെ പല ഭാഗവും തകർച്ചാ ഭീഷണിയിലാണ്. പ്രധാന ബീച്ചിന് വടക്കുഭാഗത്ത് ഓവിന് സമീപമാണ് തകർച്ചയുണ്ടായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ സമയത്താണ് കുന്നിടിഞ്ഞിട്ടുള്ളത്. നല്ല ഉയരമുള്ള ഭാഗമാണ് തകർച്ചയുണ്ടായത്. ഇടിഞ്ഞ ഭാഗങ്ങൾ കുന്നിൻ ചെരുവിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ കല്ലിന്റെ അവശിഷ്ടങ്ങൾ തീരത്ത് സഞ്ചാരികൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് തെറിച്ചു വീണ് കിടപ്പുണ്ട്. തീരത്ത് ആരുമില്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി. മഴ ശക്തിയായാൽ വെള്ളമിറങ്ങി വീണ്ടും കുന്നിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു. എല്ലാ വർഷവും മഴക്കാലത്ത് പാപനാശത്തെ കുന്നിടിയാറുണ്ട്. ഈ വർഷം ആദ്യമായാണ് കുന്നിടിയുന്നത്. കടൽക്ഷോഭവും പ്രതികൂല കാലാവസ്ഥയും കാരണം കടൽ തീരത്തേക്ക് ആരും പ്രവേശിക്കുന്നില്ല. തീരത്ത് കയർകെട്ടി തിരിച്ചാണ് സഞ്ചാരികളെ നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ വർഷം നിരവധി തവണ കുന്നിടിഞ്ഞിരുന്നു. അതിനാൽ ഇത്തവണ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ പാപനാശം തീരത്തും ഹെലിപാഡിലും നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാലും സഞ്ചാരികളിൽ ചിലർ നിയന്ത്രണങ്ങൾ വകവയ്ക്കാതെ തീരത്തിറങ്ങുന്നുണ്ട്. ലൈഫ് ഗാർഡുകളെയും ടൂറിസം പോലീസിന്റെയും നിർദ്ദേശങ്ങൾ അവഗണിച്ച് തീരത്തും മലയുടെ ചുവട്ടിലും പോകുന്നവരുമുണ്ട്.
തിങ്കളാഴ്ചയോടെ കടൽക്ഷോഭം ശക്തമായിട്ടുണ്ട്. പാപനാശം തീരത്തിന്റെ പകുതിയിലേറെ ഭാഗത്ത് തിരയടിച്ചുകയറി സഞ്ചാരികളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു. കഴിഞ്ഞ വർഷം കുന്നിടിച്ചിലിനെ തുടർന്ന് ബലിമണ്ഡപം ഏറെ നാൾ അടച്ചിട്ടിരുന്നു. എല്ലാ വർഷവും തുടർച്ചയായി ഇടിഞ്ഞിട്ടും പാപനാശം കുന്ന് സംരക്ഷിക്കാനുള്ള സർക്കാർ നടപടികൾ നീളുകയാണ്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് ഗോതീശ്വരം കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷം. മതിയായ സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ റോഡുകളടക്കം കടലെടുത്തു. ഏത് നിമിഷവും വീടുകൾ കടലെടുക്കുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. കോഴിക്കോട് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രം കൂടിയാണ് ഈ കടലോര ഗ്രാമം. എന്നാൽ മഴ കനത്തതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. റോഡുകൾ കടലെടുത്തു കഴിഞ്ഞു. ഏതു നിമിഷവും തിരമാലകൾ ജീവനും സ്വത്തും കവരുമെന്ന ഭീഷണിയിലാണ് ഇവർ കഴിയുന്നത്. നിലവിൽ ആവശ്യം ഇവിടെ ഒരു വെള്ളം ഈ ജനവാസ മേഖലയിലേക്ക് വെള്ളം എടുക്കാതെ ഒരു കെട്ട് വരണം. അതിനുവേണ്ടി എന്ത് പ്രതിഷേധം സംഘടിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇവിടെയുള്ള കുട്ടികൾ, സുഖമില്ലാത്ത മക്കളുണ്ട്, അങ്ങനെ പല രീതിയിലും ജീവിക്കുന്ന ആളുകളാണ്, രോഗികളുണ്ട്. അവർക്ക് ഒരു സ്വസ്ഥമായിട്ടൊരു ഉറക്കെങ്കിലും കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. തീരസംരക്ഷണത്തിന് ശാസ്ത്രീയമായ കടൽഭിത്തി നിർമ്മാണവും പ്രതിരോധ സംവിധാനവും ഇവർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ എങ്ങുമെത്താത്ത പദ്ധതികൾ ഇവരുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. സ്ഥലം വിട്ടുപോകാനും ഇതിനായി 10 ലക്ഷം രൂപ അനുവദിക്കാമെന്നുമാണ് സർക്കാർ ആവർത്തിക്കുന്നത്. എന്നാൽ ഈ പണം ഒന്നിനും തികയില്ലെന്നും ഉപജീവന മാർഗം വിട്ട് എങ്ങോട്ടു പോകുമെന്നും മത്സ്യബന്ധന തൊഴിലാളികൾ പറയുന്നു. നമുക്ക് ജീവിക്കണം മരണം വരെ. അതല്ലാതെ കൊടുത്ത് എവിടെയും പോയി പാർക്കട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് പൈസ ഇല്ല, സ്വത്തില്ല, മുതലില്ല. പെട്ടെന്ന് മാറി താമസിക്കാനൊക്കെ കഴിയപ്പോൾ ഞങ്ങൾക്ക് അത് പണിക്ക് പോണ ആളുകൊണ്ട് ഞാനിപ്പോൾ പണി കഴിഞ്ഞേരാ വീട്ടണി. ഗോതീശ്വര ക്ഷേത്രവും കടലെടുക്കുമെന്ന അവസ്ഥയിലാണ്. ദിവസേന ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്താറുള്ളത്. എല്ലാ അധികാരികൾക്കും വേണ്ട നിവേദനങ്ങൾ ക്ഷേത്രത്തിൽ ഇപ്പോൾ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം നിവേദനം കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ. കാരണം പരിസരം മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിന് അത് ബാധിക്കും. കാരണം വെച്ചാൽ ഒരുപാട് കാലത്തെ പഴക്കമുള്ള രാമേശ്വരത്തിൻ്റെ കാലത്തിൻ്റെ അതേ കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്ഷേത്രം അത് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണം, അതും ഇവിടുത്തെ ജനങ്ങളുടെ, ഈ ഗോതീശ്വരം ഭാഗത്ത് വസിക്കുന്ന ജനങ്ങളുടെ സംരക്ഷണം, ഇതാണ് നമ്മളുടെ ആവശ്യം. ഗോതീശ്വരം ബീച്ച് ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പ് ഓരോ വർഷവും ലക്ഷങ്ങൾ അനുവദിക്കാറുണ്ടെങ്കിലും ഒന്നും നടപ്പാക്കാറില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കടലാക്രമണം തടയാനും തീരം സംരക്ഷിക്കുവാനും നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഗോതീശ്വരം ജനതകൾക്ക് പറയുവാനുള്ളത് ഒന്നു മാത്രം: അടുത്ത മഴക്കാലമെങ്കിലും സുരക്ഷിതമായി അവർക്ക് അവരുടെ വീടുകളിൽ താമസിക്കുവാൻ കഴിയണം. അവരുടെ പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണണമെന്ന് മാത്രമാണ് അവർക്ക് അധികാരികളോട് പറയുവാനുള്ളത്. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. പാലക്കാട് തച്ചനാട്ടുകര ചെത്തല്ലൂരിൽ ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു. ഇന്നലെ രാത്രിയാണ് ശക്തമായ കാറ്റുണ്ടായത്. പ്രദേശത്തെ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ പൊട്ടി വീഴുകയായിരുന്നു. നിരവധി വൈദ്യുത പോസ്റ്റുകൾ വീണ് വൈദ്യുതി വിതരണവും സ്തംഭിച്ചു. സംസ്ഥാനത്ത് +1 ക്ലാസുകൾക്ക് തുടക്കമായി. +1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. 3,15,986 വിദ്യാർത്ഥികളാണ് ഇത്തവണ +1 പ്രവേശനം നേടിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും കുട്ടികൾ പ്രവേശനം നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മുഖ്യഘട്ട പ്രവേശന നടപടികൾ പൂർത്തീകരിച്ച് സംസ്ഥാനത്ത് 3,10,986 വിദ്യാർത്ഥികളാണ് +1 പ്രവേശനം നേടിയത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും കുട്ടികൾ പ്രവേശനം നടത്തുന്നത്. ബാക്കിയുള്ള അലോട്ട്മെന്റുകൾ അതിവേഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി പറഞ്ഞു. 3,15,986 കുട്ടികളാണ് ഇന്ന് ക്ലാസ് മുറികളിൽ എത്തിച്ചേരുന്നത്. ഇത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും കുട്ടികൾ ഒരുമിച്ച് ക്ലാസ്സുകളിൽ എത്തിച്ചേരുന്നത്. ബാക്കി വരുന്ന +1 അലോട്ട്മെന്റ് ഘട്ടങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. എല്ലാ +1 വിദ്യാർത്ഥികൾക്കും ശോഭനമായ ഒരു ഭാവിയും വിജയകരമായ പഠനവും ആശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പുതിയ കാലഘട്ടം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. പദ്ധതി വിദ്യാഭ്യാസ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത വർഷം മുതൽ ഹയർ സെക്കൻഡറിയിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. ആക്സിയം 4 ദൗത്യം ഈ മാസം 22-ന് നാളെ നടത്താനിരുന്ന വിക്ഷേപണമാണ് മാറ്റിയത്. റോക്കറ്റിലെ സാങ്കേതിക തകരാറും പ്രതികൂല കാലാവസ്ഥയും മൂലം 4 തവണയാണ് ദൗത്യം നീട്ടിവച്ചത്. ഭാരതീയനായ ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ലയും ദൗത്യത്തിന്റെ ഭാഗമാണ്.
CPI സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യമരുളുന്ന ആലപ്പുഴയിൽ പാർട്ടിയുടെ മണ്ഡലം സമ്മേളനം കടുത്ത വിഭാഗീയതയെ തുടർന്ന് പാതിവഴിയിൽ നിർത്തിവെച്ചു. ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിൽ മത്സരം ഉറപ്പായതോടെയാണ് സമ്മേളനം നിർത്തിവെച്ചത്. സമ്മേളനത്തിൽ സർക്കാരിനും കൃഷിമന്ത്രിക്കും ജില്ലാ നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. CPI ആലപ്പുഴ ജില്ലാ നേതൃത്വത്തോടും സമ്മേളന നടത്തിപ്പിലെ സമീപനങ്ങളോടും കടുത്ത അതൃപ്തിയാണ് ആലപ്പുഴ മണ്ഡലം സമ്മേളന പ്രതിനിധികളിൽ വലിയൊരു വിഭാഗം സമ്മേളനത്തിന്റെ തുടക്കം മുതൽ പുലർത്തി വന്നിരുന്നത്. ആദ്യ ദിവസം നടന്ന പ്രതിനിധി ചർച്ചയിൽ സംസ്ഥാന സർക്കാരിനും കൃഷിമന്ത്രി P. പ്രസാദിനും ജില്ലാ നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്. പാടശേഖര സമിതി ഭാരവാഹിയായ LC സെക്രട്ടറി അടക്കം മന്ത്രിയെ വിമർശിച്ചു. ജില്ലാ സെക്രട്ടറിയുടെ ഏകാധിപത്യ സമീപനം മുതിർന്ന പ്രവർത്തകരെയും നേതാക്കളെയും അടക്കം പാർട്ടിയിൽ നിന്നും അകറ്റുന്നതായും ആക്ഷേപമുയർന്നു. ഇന്നലെ നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ജില്ലാ സെക്രട്ടറിക്ക് താൽപ്പര്യമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയ ഏകപക്ഷീയ പാനൽ എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിനിധികളിൽ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PSM ഹുസൈൻ, അനിൽ എന്നിവരെയും വട്ടയാൽ LC സെക്രട്ടറി ഷാജഹാൻ, AIYF മണ്ഡലം സെക്രട്ടറി നിബു തോമസ് എന്നിവരെ മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ ജില്ലാ നേതൃത്വം ഇതിന് വഴങ്ങാഞ്ഞതോടെ നിബുവും ഷാജഹാനും മണ്ഡലം കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ തയ്യാറായി. പിന്തിരിപ്പിക്കാൻ P. പ്രസാദും TJ ആഞ്ചലോസും ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഇതോടെ മത്സരം ഒരു സമ്മേളനത്തിലും അനുവദിക്കേണ്ടെന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനം ചൂണ്ടിക്കാട്ടി പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാതെ സമ്മേളനം പിരിയുകയായിരുന്നു. നിലവിലെ മണ്ഡലം സെക്രട്ടറിയെ വീണ്ടും സെക്രട്ടറിയാക്കാനുള്ള ജില്ലാ നേതൃത്വത്തിന്റെ നീക്കത്തിലും എതിർപ്പ് ശക്തമാണ്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.